ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാത്തതിൽ പ്രതിഷേധിച്ച് ചൂരൽമല നിവാസികൾ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പുനരധിവാസ പട്ടികയിൽ നിന്ന് മാനദണ്ഡങ്ങളുടെ പേര് പറഞ്ഞ് ചിലരെ മാത്രം ഒഴിവാക്കിയെന്നും ഭവന പദ്ധതിയിൽപ്പെടാത്ത കുടുംബങ്ങളുടെ വായ്പ എഴുതി തള്ളിയിട്ടില്ലെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. ഇപ്പുറത്തെല്ലാം മറിച്ചു കിടന്ന സാവക്കാരാണ്. അവിടുന്ന് 2-3 കിലോമീറ്റർ മുകളിലാണ് ഞങ്ങൾ പോകേണ്ടത്. പണി കഴിഞ്ഞാൽ വൈകുന്നേരം 6 മണി 7 മണിക്ക് ആ റോഡ് കൂടിയാണ് പോകേണ്ടത്. ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല. ഒന്ന് ഇത് എന്തെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങൾക്ക് പടവെട്ടിക്കുന്നവർക്ക് എനിക്ക് വീട് വേണം. അത്രയുള്ള എനിക്ക് പറയാനുള്ളൂ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം പരോക്ഷമായി ബാധിച്ചത് നിരവധി പേരെ. ദുരന്തബാധിതരെ ഉൾപ്പെടുത്തിയ സർക്കാർ പുനരധിവാസ പട്ടികയിൽ നിന്ന് സാങ്കേതികത്വത്തിന്റെയും മാനദണ്ഡങ്ങളുടെയും പേര് പറഞ്ഞ് ഒഴിവാക്കപ്പെട്ടവർ അനേകമുണ്ടെന്ന് സമരക്കാർ. ഞങ്ങൾക്ക് വാടക കിട്ടുന്നുണ്ട്, ദിനപത്ത് കിട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് തല ചായ്ക്കാനൊരു ഇടമാണ് ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് ആ 7 സെന്റ് സ്ഥലം പുഞ്ചിരിമട്ടത്ത് പൂർണ്ണമായി വിളിച്ചു പോയാൽ എൻ്റെ കുടുംബത്തിൽ ആ 7 പേര് നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾ ഈ സർക്കാരിനെ ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല. അവിടെയുള്ള കുറച്ച് ആളുകൾ ഒരു തിരക്കഥ ഉണ്ടാക്കിയിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. രാഷ്ട്രീയ ഇടപെടലുണ്ട്. സർക്കാരിന്റെ ഭവന പദ്ധതിയിൽപ്പെടാത്തവരുടെ വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിലും നടപടിയില്ല. നമ്മൾ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. നമുക്കൊരു വീടിന് ലോണിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലാൻ പറ്റുമോ സാറ്? നമ്മളൊക്കെ രോഗികളാണ്. സിസേറിയൻ കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. എനിക്ക് അധികം പണിക്ക് പോകാൻ എനിക്ക് പറ്റൂല. നമ്മളൊരു മിച്ചഭൂമിയിലാണ് കഴിയുന്നത്. 7 ലക്ഷം രൂപ ലോണാണ് എനിക്ക് ഹിസാബിൽ കിടക്കുന്നത്. ഈ ലോൺ അടയ്ക്കാൻ പറ്റില്ല. ആത്മഹത്യ അല്ലാതെ വേറെ ഒരു വഴിയും എൻ്റെ മുന്നിലില്ല. വാപ്പ, ഉമ്മ, ആങ്ങള, അനിയത്തി, മക്കൾ എല്ലാവരും 11 പേര് മരിച്ചതാ. ഫസ്റ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പറഞ്ഞ് കല്ലിന്റെ അപ്പുറം പുറത്താണ് അകത്താണെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പുറത്താക്കിയ. സോൺ തിരിച്ചായിരുന്നു സർക്കാർ പുനരധിവാസ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ ആദ്യം പരിഗണിക്കേണ്ട പലരെയും ഇന്നും പരിഗണിച്ചിട്ടില്ല എന്നാണ് ആക്ഷേപം. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.